നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസ്. ഇന്ന് നമ്മുടെ വാർത്തയിൽ ആദ്യമായി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്ന്, മദ്യം, ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അതിനെ മദ്യപിക്കുന്നതിനെ കുറിച്ചും മയക്കുമരുന്ന് അടിക്കുന്നതിനെ കുറിച്ചും കഞ്ചാവ് വലിക്കുന്നതിനെ കുറിച്ചുമാണ് ആലോചിക്കുന്നത്. അതല്ല, മറ്റു പല ലഹരികളുണ്ട്. ഇപ്പൊ ഇതിനെതിരെ വലിയ സാധനങ്ങളൊക്കെ നടത്തുമ്പോൾ, വലിയ ക്ലാസ്സുകളും ഒക്കെ നടത്തുമ്പോൾ, നമ്മൾ പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ലൈബ്രറിയിൽ നടത്താത്ത സ്ഥലങ്ങളില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് കൂടി വരുന്നു. എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ നാശമാണ്. ഇനി നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. നാളെ ഒക്ടോബർ 9 വേൾഡ് പോസ്റ്റ് ഡേ, ലോക തപാൽ ദിനമാണ്. ടെറിട്ടോറിയൽ ആർമി ദിനമാണ്. കൗതുക സംഭവ ദിനമാണ്. സ്വിസ് തലസ്ഥാനമായ ബേണിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിച്ച ദിവസമാണ്. സാഹിത്യകാരനും പണ്ഡിതനുമായ തൈക്കാട്ട് നാരായണൻ മൂസ് ചരമദിനമാണ്. ഏണസ്റ്റോ ചെഗുവേര രക്തസാക്ഷിത്വ ദിനമാണ്. ലോക തപാൽ ദിനം ഒക്ടോബർ 9 പഴയകാലത്തെ ആശയവിനിമയ രീതികളിലേക്ക് ചില നല്ല പഴയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ തിരികെ എത്തുന്നു. മെയിൽ കാരിയർ സേവനങ്ങൾ പുരാതന കാലം മുതൽ നിലവിലുണ്ട്. ഒരു ബട്ടണിൽ സ്പർശിച്ചാൽ നമുക്ക് ഏതാണ്ട് എന്തും ആശയവിനിമയം നടത്താൻ കഴിയുമെങ്കിലും പ്രാദേശിക തപാൽ സേവനങ്ങളുടെ പ്രാധാന്യമോ തപാലിൽ ഒരു പാക്കേജ് സ്വീകരിക്കുന്നതിന്റെ ആവേശമോ നിഷേധിക്കാനാവില്ല. ലോക തപാൽ ദിനം സാർവത്രിക തപാൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ വാർഷികം അടയാളപ്പെടുത്തുന്നു. തപാൽ സേവനത്തിന്റെ ഉത്ഭവം പുരാതന ഈജിപ്തിന്റെ ഏകദേശം 2500 BC-യിലേതാണ്. അതേസമയം ഏറ്റവും പഴയ ഔദ്യോഗിക തപാൽ സേവനം 550 BC ഇറാനിലാണ്. ആയിരക്കണക്കിന് മൈലുകൾ പരന്നുകിടക്കുന്ന സാമ്രാജ്യങ്ങളിൽ കത്തുകളും സന്ദേശങ്ങളും വാർത്തകളും പാഴ്സലുകളും കൈമാറാൻ വിവിധ നാഗരികതകൾ ഒരു കൊറിയർ സേവനം ഉപയോഗിച്ചു. ഇത് മെയിൽമാൻ എന്ന ആധുനിക ആശയത്തിന് പ്രചോദനമായി. 1775 ആദ്യത്തെ പോസ്റ്റ് മാസ്റ്റർ ജനറലായി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മുതൽ US-ന്റെ സ്വന്തം തപാൽ സേവനം ആരംഭിക്കുന്നു. 1874 ഒക്ടോബർ 9 അതിന്റെ അംഗരാജ്യങ്ങളുടെ മെയിൽ സേവനങ്ങൾക്കിടയിൽ സഹകരണത്തിനും നിയന്ത്രണത്തിനുമുള്ള ഒരു മാർഗമായി യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായി. ഇന്ന് നിങ്ങളുടെ മെയിൽ ബോക്സിൽ നിന്ന് ടിംബക്ടുവിലേക്കും അതിനിടയിലുള്ള എല്ലായിടത്തും മെയിൽ സ്വതന്ത്രമായി ഒഴുകാൻ ഇത് അനുവദിക്കുന്നു. 1969 ടോക്കിയോ യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസിൽ ലോക തപാൽ ദിനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും UPU-വിന്റെ 192 അംഗരാജ്യങ്ങളും സാർവത്രിക മെയിലിന്റെ പ്രാധാന്യവും സമൂഹത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും UPU നൽകിയ സംഭാവനകളും അടയാളപ്പെടുത്തുന്നതിനായി ഒക്ടോബർ 9 ലോക തപാൽ ദിനം ആഘോഷിക്കുന്നു. രാജ്യങ്ങൾ പ്രത്യേക സ്റ്റാമ്പ് പ്രദർശനങ്ങൾ നടത്തുകയും പുതിയ തപാൽ സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് തെളിവായി 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി UPU ഒരു അന്താരാഷ്ട്ര കത്തെഴുത്ത് മത്സരം നടത്തുന്നു. ഓരോ രാജ്യത്തു നിന്നും വിജയികളെ തിരഞ്ഞെടുക്കുകയും ലോക ചാമ്പ്യനെ UPU പാനൽ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പ്രോഗ്രാം സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, മെയിലിനായുള്ള കാത്തിരിപ്പിന്റെ ആവേശം സജീവമായി നിലനിർത്തുകയും ചെയ്യുന്നു. ആളുകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്ന രീതി മാറ്റാൻ തപാൽ സേവനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്റർനെറ്റിന്റെ നാളുകൾക്ക് മുമ്പ് മെയിലുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നയങ്ങൾ കാരണം ആളുകൾക്ക് പരസ്പരം കത്തുകളും പാക്കേജുകളും ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കല്ലട പബ്ലിക് മാർക്കറ്റ് താൽക്കാലിക സംവിധാനം ഒരുക്കണം. കിഴക്കേക്കല്ല, 2 സ്റ്റേഷനുകൾ, 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 2 സ്റ്റേഷനു
പബ്ലിക് മാർക്കറ്റിൽ സമഗ്ര വികസനത്തിന് ഇടതുപക്ഷ സർക്കാർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ആധുനിക മത്സ്യ മാർക്കറ്റ് പണി ആരംഭിച്ച് 1 മാസം കഴിഞ്ഞിട്ട് മത്സ്യക്കച്ചവടക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ കിഴക്കേരള ഗ്രാമപഞ്ചായത്ത് അധികാരികൾ കഴിഞ്ഞിട്ടില്ല. മത്സ്യക്കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും ഇന്ന് തെരുവിലാണ് കച്ചവടം നടത്തുന്നത്. മഴക്കാലമായതിനാൽ വളരെയധികം ദുരിതത്തിലാണിവർ. ഇവർ കൊണ്ടുവരുന്ന മത്സ്യം പൂർണ്ണമായി വിറ്റഴിക്കാൻ കഴിയാത്തതിന് വളരെയേറെ നഷ്ടം സംഭവിക്കും. താൽക്കാലിക മാർക്കറ്റ് സ്ഥലം കെട്ടാത്ത പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിലപാടിനെതിരെ CPM കിഴക്കേ കേരള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗവും അധികാരികൾക്ക് നൽകുന്നതിനായി ഒപ്പുശേഖരണവും നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി G. വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം N. അജിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N. വിജയൻ, ലോക്കൽ കമ്മിറ്റി അംഗം വിപിൻ വിക്രമൻ, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗം PT ഷാജി എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. ലഹരി വിരുദ്ധ ജനകീയ കൺവെൻഷൻ നടത്തി. പേരയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പേരയം NSS കോളേജ് ഓഡിറ്റോറിയത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ ലഹരി വിരുദ്ധ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. MLA PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം C. ബാൾഡുവിൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. കൊല്ലം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ V. രാജേഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കാഞ്ഞിരോട് ഫറോന ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ജോൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ്, വിവിധ സമിതി അധ്യക്ഷ B. സ്റ്റഫോളി, N. ഷേർലി, ലതാ ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ഷാജി, ബിനോയ് ജോർജ്, P. രമേശ് കുമാർ, രജിത സജീവ്, വിനോദ് പാപ്പച്ചൻ, B. സുരേഷ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോണി V. പൊള്ളത്ത്, CDS ചെയർപേഴ്സൺ ആനി ബെഞ്ചമിൻ, RSP ജില്ലാ കമ്മിറ്റി അംഗം ഷാജി പേരയം, കേരള കോൺഗ്രസ് ജേക്കബ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ET ബാബു, NSS കരയോഗം സെക്രട്ടറി B. രാജേന്ദ്രൻപിള്ള, ഗിരിവർഗ വേടർ മഹാസഭ സംസ്ഥാന കമ്മിറ്റി അംഗം PK രവി എന്നിവർ സംസാരിച്ചു. പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ സഹായത്തോടെ വാർഡ് തലത്തിലെ കുടുംബ യൂണിറ്റുകൾ വരെ ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി പ്രവർത്തനം വ്യാപിപ്പിക്കും. ആവശ്യമായ ബോധവൽക്കരണ ക്ലാസുകൾ വിമുക്തിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. രാഷ്ട്രീയ കക്ഷികൾ, മത സാമുദായിക സംഘടനകൾ, ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ, യുവജന സംഘടനകൾ എന്നിവയെല്ലാം യോജിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. പ്രിൻസിപ്പലിന്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കായികമായി ആക്രമിച്ച് ഇല്ലാതാക്കി കളയും. അതാണ് ഇതിന്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ സസ്പെൻഷനോ ഡിസ്മിസോ എന്തോന്ന് അറിയാത്ത ലോകത്തിൽ കൂടെ നടക്കുന്നവൻ എന്ത് സസ്പെൻഷൻ, എന്ത് ഡിസ്മിസ്, ഇതാണ് ഇതിൻ്റെ ഒരു അപകടം. അതുകൊണ്ട് ഇതിനകത്തേക്ക് ആകാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായും ഇവിടെ ഇതിൻ്റെ കർമ്മ പദ്ധതി അവതരിപ്പിക്കും. മുഖ്യ അതിഥിയും മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജലീൽ മോഹനും പ്രിയപ്പെട്ട ബോർഡിൻ മെമ്പറും എല്ലാം നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും. നമ്മളവർ ഇതിനകത്ത് ഒറ്റക്കെട്ടായി ഒരുമിച്ച് എല്ലാവരും നിന്നില്ലെങ്കിൽ ഒരു തലമുറ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, അനീഷ് പറഞ്ഞൊരു കാര്യം ശരിയാണ്, ഇന്ന് ഞാൻ നാളെ നീ, മറ്റേ വീട്ടിലാണല്ലോ നടക്കുന്നതെന്ന് എഴുതിയിട്ട് ആശ്വസിക്കരുത്. ആ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് ആ വീട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലാണ് എന്ന ഒരു ഭയം എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ പിന്തുണയും MLA എന്ന നിലയിൽ എപ്പോഴും ഉണ്ടാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ലഹരി വിരുദ്ധ ജനകീയ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഹോസ്പിറ്റൽ ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളായി സാജു വർഗീസ്, പ്രസിഡന്റ് Y. ബിജു, സെക്രട്ടറി ഷാലു ജോൺ, ട്രഷറർ. ഓർമ്മകളിൽ ബാബുരാജ്. കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഓർമ്മകളിൽ ബാബുരാജ് എന്ന സംഗീത പരിപാടി നടത്തി. പ്രൊഫസർ MR ഷെല്ലി അവതരണം നടത്തി. പ്രദീപ് സ്വാതി ചിത്ര, കല്ലട ലാൽ ജോസ്, ദീപക് സിദ്ധാർത്ഥ, ബൈജു കുണ്ടറ, മാസ്റ്റർ ആൽവിൻ വർഗീസ്, ആതിര S. നായർ, വിദ്യാലക്ഷ്മി, പൗർണമി എന്നിവർ പാട്ടുകൾ പാടി. ഷൈൻ പോൾ, സാബു, ശ്യാം കല്ലമ്പലം എന്നിവർ സംഗീത ഉപകരണങ്ങൾ വായിച്ചു. പ്രസിഡന്റ് S. രാജു, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുളവന രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
ഒരിക്കലെങ്കിലും പല്ലുവേദന അനുഭവിച്ചിട്ടില്ലാത്തവർ ചുരുക്കം. പല്ലുവേദനയ്ക്ക് പ്രായവ്യത്യാസവും ഇല്ല. എന്തുകൊണ്ടായിരിക്കാം പല്ലുകൾക്ക് പുളിപ്പും വേദനയും ഉണ്ടാകുന്നത്? പല്ലുകൾക്ക് വേദനയും പുളിപ്പും അനുഭവപ്പെടുന്നത് ദന്തക്ഷയം എന്ന രോഗാവസ്ഥയിലാണ്. ഇന്ത്യയിൽ 90% ആളുകളിലും ഈ രോഗം കണ്ടുവരുന്നു. പല്ലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരശകലങ്ങളാണ് ദന്തക്ഷയം ഉണ്ടാക്കുന്നത്. ഇവ വായിലെ ബാക്ടീരിയകളുമായി പ്രവർത്തിച്ച് ചിലയിനം അമ്ലങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. ഈ അമ്ലങ്ങൾ പല്ലിന്റെ കാഠിന്യമേറിയ ഇനാമൽ എന്ന ആവരണത്തെ ദ്രവിപ്പിക്കുന്നു. ഇതുമൂലം പല്ലിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകുന്നു. ക്രമേണ പല്ലിന്റെ അകത്തെ കോശങ്ങളിലേക്ക് ഈ രോഗം ബാധിക്കുമ്പോൾ വേദനയും പല്ലുപൊളിപ്പും നീരുമൊക്കെ ഉണ്ടാകുന്നു. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്. ഈ അസുഖം വരാതിരിക്കാൻ ഏറ്റവും നല്ല വഴി പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. ആഹാരത്തിനു ശേഷം വായ നന്നായി കഴുകുകയും മധുരമുള്ള പദാർത്ഥങ്ങൾ പല്ലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കാതെ സൂക്ഷിക്കുകയും വേണം. മക രക്തദാന ക്യാമ്പ് വെള്ളിമൺ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി മിനിമോൾ മെമ്മോറിയൽ രക്തദാന സേനയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ 8:30 മുതൽ 1 മണി വരെ ജില്ലാ ആശുപത്രിയിൽ മക രക്തദാന ക്യാമ്പ് നടക്കുന്നു. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. 94 97 45 63 91 44 46 23 28 34. സംഗീത സായാഹ്നം കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ടോപ്പ് ട്യൂൺസ് അവതരിപ്പിക്കുന്ന സംഗീത സായാഹ്നം ഞായറാഴ്ച 3-ന് ലൈബ്രറി ഹാളിൽ നടക്കും. അധ്യാപക ഒഴിവ്. കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ UP വിഭാഗം അധ്യാപകരുടെ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ 10-ന് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളായി അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണം. ഇനി മത്തങ്ങ വിത്തുകൾ വലിച്ചെറിയേണ്ട. ഈ ആനുകൂല്യങ്ങളെല്ലാം വാരി നൽകുന്നു. മത്തങ്ങയിൽ നിന്ന് ലഭിക്കുന്ന മത്തങ്ങ വിത്തുകൾ നിരവധി ഔഷധ ഉപയോഗങ്ങളാൽ സമ്പന്നമാണ്. പ്രത്യേകിച്ച് നാരുകൾ സെലിനിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സിങ്ക് എന്നിവയാൽ സമ്പുഷ്ടമാണ്. 100 ഗ്രാം മത്തങ്ങ വിത്തുകൾക്ക് 600 കലോറി വരെ നൽകാൻ കഴിയും. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ധാരാളം ഗുണങ്ങളുണ്ട്. ഇനി അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മത്തങ്ങ വിത്തുകൾ ക്യാൻസർ തടയാൻ സഹായിക്കുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുന്നു. പ്രമേഹ രോഗികൾക്കും മത്തങ്ങ വിത്തുകൾ ഗുണം ചെയ്യും. ഇത് കഴിക്കുന്നത് പ്രമേഹത്തെ നിയന്ത്രണത്തിലാക്കുന്നു. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രമേഹം വരില്ല. മത്തങ്ങ വിത്തുകളിലെ ആന്റി ഓക്സിഡന്റുകൾ ഹൃദ്രോഗങ്ങളെ തടയും. മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും. അതിനാൽ ഇത് ദിവസവും കഴിക്കാം. മത്തങ്ങ വിത്ത് കഴിക്കുന്നത് ശരീരത്തിലെ രക്തപ്രവാഹവും ഊർജവും സുസ്ഥിരമായി നിലനിർത്തുന്നു. പോഷകങ്ങൾ പുരുഷന്മാരിൽ ശക്തി വർദ്ധിപ്പിക്കുന്നു. അതിനാൽ പുരുഷന്മാർ തീർച്ചയായും ഇത് കഴിക്കണം. ആറ്റുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ യൂട്യൂബിലുള്ള 10 സിനിമകളുണ്ട്. ഈ 10 സിനിമകളും സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ 8 മിനിറ്റ് മുതൽ 28 മിനിറ്റ് വരെയുള്ള സിനിമകൾ യൂട്യൂബിൽ ലൈല ക്രിയേഷൻസിൻ്റെതായിട്ടുണ്ട്. ഈ സിനിമകളെല്ലാം നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുറച്ചധികം സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ അധികം സുഹൃത്തുക്കൾ ഇത് കാണാനുണ്ട്. ഞങ്ങളുടെ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ഒരു പ്രയാണം ആരംഭിച്ചിട്ടുള്ളത്. 1 മാസം ഒരു ഹ്രസ്വചിത്രം എന്ന നിലയിൽ 12 മാസം 12 ഹ്രസ്വചിത്രം എടുക്കുക എന്നുള്ളൊരു വലിയ ശ്രമകരമായ ജോലിയിലാണ് ഞങ്ങൾ. പക്ഷെ 10 ഞങ്ങൾക്ക് നന്നായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഈ 10 പൂർത്തിയാക്കുമ്പോൾ ഞങ്ങളോട് വളരെ ചേർന്ന് നിന്ന വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുണ്ട്. ഒപ്പം ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന മറ്റ് കുറച്ചു പേർ പുറത്തുമുണ്ട്. ഇവരെയെല്ലാം ഞങ്ങളുടെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അവരോടെല്ലാം ഞങ്ങൾക്ക് നന്ദിയും സ്നേഹവും ഉണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ സിനിമ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ എല്ലാം ഒന്ന് കാണിക്കുകയും, കാരണം അത് ആബാലവൃത്തത്തിനും കാണാവുന്ന സിനിമയാണ്. അതിനകത്ത് മുഴുവൻ ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ള പാഠങ്ങളുണ്ട്, സന്ദേശങ്ങളുണ്ട്, മനസ്സ് മാറാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ പേർക്കും, മുഴുവൻ പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഇതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും നിങ്ങളുടെ സ്വന്തം വോയിസിൽ ഇതൊന്ന് കാണണം എന്ന് അവരോടൊരു അഭ്യർത്ഥന നടത്തുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ സിനിമ കാണുകയും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.